ഇന്നത്തെ റെസിപ്പി എന്താണെന്നല്ലേ? പനീർ ടിക്ക സാൻഡ്വിച്ച്. ഒരു റിച്ച് ആയിട്ടിരിക്കട്ടെ. സേവജാറിലേക്ക് അരക്കപ്പ് പുതിനയിലയും 1 കപ്പ് മല്ലിയിലയും ചെറിയ പീസ് ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ഹാഫ് ടീസ്പൂൺ ഷുഗറും ഹാഫ് ടീസ്പൂൺ സോൾട്ടും എരിവിനനുസരിച്ച് 4 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 to 3 ടേബിൾ സ്പൂൺ കേർഡ് കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഉടച്ചെടുക്കാം. അതിലേക്ക് ഇപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചട്നി മിക്സ് ചെയ്തെടുക്കാം. ഇനി സാൻഡ്വിച്ചിലെ പ്രധാനമായിട്ട് പനീർ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കേർഡും 1 ടേബിൾ സ്പൂൺ കടലമാവും 1 ടീസ്പൂൺ ചില്ലി പൗഡറും ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും ഹാഫ് ടീസ്പൂൺ കസ്തൂരി മേത്തിയും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ടീസ്പൂൺ സോൾട്ടും ചേർത്ത് ഒരു 20 മിനിറ്റ്സ് ഫ്രീസ് ചെയ്തെടുക്കാം. ഈ ഒരു ബൗളിൽ സവാള നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞെടുക്കും. കൂടെ ഒരു ഹാഫ് ക്യാപ്സിക്കോട് കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ഹാഫ് ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് നന്നായി ഇളക്കി ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി എന്താ സാൻഡ്വിച്ചിന്റെ അറേഞ്ച്മെന്റ്സ്. 2 സ്ലൈസ് ബ്രെഡിനകത്ത് നമ്മുടെ ചട്നി മിക്സ് ചെയ്ത് വെക്കുക. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് സാലഡ്സ് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ച് രണ്ടാമത്തെ സ്ലൈസ് ബ്രെഡ് കൊണ്ട് മൂടുക. ഈ പാൻ ചൂടായി കഴിയുമ്പോൾ ബ്രെഡ് അതിലേക്ക് വെച്ച് 2 സൈഡും മുരിച്ചെടുത്താൽ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാകും. സമയം കാണണ്ട, പെട്ടെന്ന് പനീർ ടിക്ക സാൻഡ്വിച്ച് ഉണ്ടായിരിക്കും.